ഇറാൻ ഇസ്രായേലിന് നേർക്ക് ചൊവ്വാഴ്ച രാത്രി നടത്തിയ മിസൈൽ ആക്രമണം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു. 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത്. ഇറാൻ തൊടുത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതിനാൽ കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആക്രമണ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ അതിന്റെ വ്യോമപാത അടച്ചിരുന്നു. ഇസ്രായേലിന്റെ ചുറ്റുമുള്ള പല രാജ്യങ്ങളും വ്യോമപാത അടച്ചതിനാൽ വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിമാനങ്ങൾ സാരമായ പ്രതിസന്ധി നേരിട്ടു. പല വിമാനങ്ങളും കെയ്റോയിലേക്കും ഇസ്താംബൂളിലേക്കും വഴിതിരിച്ചുവിടേണ്ട സാഹചര്യമായിരുന്നു സംജാതമായത്. എമിറേറ്റ്സ്, ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ, ഖത്തർ എയർവേസ് തുടങ്ങിയ കമ്പനികളുടെ ദുബായിലേക്കും ദോഹയിലേക്കും അബുദാബിയിലേക്കുമുള്ള 80ഓളം വിമാനങ്ങളാണ് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്കും യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലേക്കും വഴിതിരിച്ച് വിടേണ്ടി വന്നത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് വിമാന കമ്പനികൾക്ക് പല സർവീസുകളും റദ്ദു ചെയ്യേണ്ടി വന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വ്യോമ ഗതാഗത മേഖലയിലുണ്ടായ പ്രതിസന്ധി വിവിധ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി മറ്റും യാത്ര ചെയ്ത യാത്രക്കാരെയാണ് ഗുരുതരമായി ബാധിച്ചത്. പല വിമാന സർവീസുകളും മണിക്കൂറുകളോളം വൈകിയതിനാൽ പലർക്കും ലക്ഷ്യസ്ഥാനത്ത് സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല. മധ്യപൂർവേഷ്യയിലെ സംഘർഷം മൂലം വ്യോമ ഗതാഗത മേഖലയിലുണ്ടായ പ്രതിസന്ധിയുടെ നേർചിത്രം ട്രാക്കിംഗ് സർവീസ് ഏജൻസിയായ ഫ്ലൈറ്റ് റഡാർ 24 അതിന്റെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരുന്നു.